ട്രംപിന്റെ ഓരോ നീക്കങ്ങളും പശ്ചിമേഷ്യയിൽ പുതിയ പുതിയ ട്വിസ്റ്റുകൾ സമ്മാനിക്കുകയാണ്. ഒരു കാലത്ത് അമേരിക്കയുടെ ആജന്മ ശത്രുവായിരുന്ന ഇറാനുമായി ആണവ കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇറാന് കത്തെഴുതിയതായും ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ കാര്യത്തിൽ ഇത് നല്ല തീരുമാനം ആയിരിക്കുമെന്നും അതിനാൽ യുഎസുമായി ഇറാൻ ചർച്ച നടത്തുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും വെള്ളിയാഴ്ച ഫോക്സ് ബിസിനസ് നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമൈനിയെ അഭിസംബോധന ചെയ്താണ് കത്ത് എഴുതിയതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം വിഷയത്തെക്കുറിച്ച് വൈറ്റ് ഹൌസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. 2015 ഇറാനും അമേരിക്കയും ഉൾപ്പെടെ 6 രാജ്യങ്ങൾ ആണവ കരാറിൽ ഒപ്പിട്ടിരുന്നു. ഒബാമ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ് കരാർ നിലവിൽ വന്നത്. എന്നാൽ പിന്നീട് അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറിയതോടെയാണ് ഇറാൻ അമേരിക്ക സംഘർഷം ആരംഭിക്കുകയും രൂക്ഷമാവുകയും ഒക്കെ ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ഇറാനും അമേരിക്കയും പലപ്പോഴും പോർമുഖം തുറന്നു. പലപ്പോഴും ഇറാനും അമേരിക്കയും പ്രത്യക്ഷമായും പരോക്ഷമായും ഏറ്റുമുട്ടി. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലേക്ക് വഴിയൊരുക്കി. ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു. ഇപ്പോൾ ട്രംപ് എടുത്തിരിക്കുന്ന തീരുമാനം യഥാർത്ഥത്തിൽ വലിയ അടിയായിരിക്കുന്നത് ഇസ്രായേലിനാണ്. അമേരിക്ക എപ്പോഴും തങ്ങളെ മാത്രമേ സംരക്ഷിക്കൂ, തങ്ങൾ പറയുന്നത് എന്തും അമേരിക്ക സാധിച്ചു തരും എന്നൊരു വിചാരമായിരുന്നു നെതന്യാഹുവിന് ഉള്ളത്. പക്ഷേ ട്രംപിന്റെ ഓരോ നീക്കവും വ്യത്യസ്തമായ നീക്കങ്ങളായി മാറുകയാണ്. ട്രംപ് ഓരോ നീക്കവും നടത്തുന്നത് കൃത്യമായ കണക്കുകൂട്ടലുകൾ വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഏറ്റവും വലിയ ശക്തിയാണ് ഇറാൻ. അവർക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള എല്ലാ സൌകര്യങ്ങളും റഷ്യ കൊടുത്തു കഴിഞ്ഞു. മാത്രമല്ല അവർക്ക് അത്യന്താധുനികമായ ആയുധങ്ങൾ, ഫൈറ്റർ ജെറ്റുകൾ ഒക്കെ റഷ്യ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ വലിയൊരു ശക്തിയാണ്. ഇറാനെ കൂടെ കൂട്ടി അനുനയിപ്പിച്ച് കൂടെ കൂട്ടാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇറാനെയും കൂടെ കൂടെ കൂട്ടിയാൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് നിർണായകമായ നീക്കങ്ങൾ, ബിസിനസ് നീക്കങ്ങൾ നടത്താൻ കഴിയുമെന്ന് ട്രംപിന് അറിയാം. അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ്. ട്രംപിന്റെ ഓരോ നീക്കവും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നീക്കമാണ്. ഇരുട്ടി വെളുക്ക് മുമ്പാണ് സെലൻസ്കിയെ ട്രംപ് തള്ളിപ്പറഞ്ഞത്. സെലൻസ്കിയും ട്രംപും അടിച്ചുപിരിയുന്ന കാഴ്ച കണ്ടു. റഷ്യയ്ക്ക് മുഴുവൻ പിന്തുണയും പുടിന് മുഴുവൻ പിന്തുണയും നൽകി ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ. ഇതോടുകൂടി റഷ്യയെ കൂടെ കൂട്ടിക്കൊണ്ട് ലോകത്ത് കുതിക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തം. ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നും ട്രംപുമായി നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയ അമേരിക്ക സംഘർഷം വലുതായി വ്യാപിക്കില്ല എന്നുള്ളത് ഉറപ്പ്. ട്രംപ് ആകെ ഉന്നമിടുന്നത് ചൈനയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയൊരു ശക്തിയായി ഉയരുന്നത്, ആയുധ ബലത്തിന്റെ കാര്യത്തിലും ബിസിനസിന്റെ കാര്യത്തിലും. അതേസമയം ചൈനയെ ഒതുക്കാൻ വേണ്ടി റഷ്യ അടക്കമുള്ള ഏത് രാജ്യങ്ങളോടും കൂട്ടുകൂടാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ലക്ഷണമാണ് ഇറാനുമായി സമവായത്തിൽ പോകാനും ഇറാനുമായി ചർച്ച നടത്താനും ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഇസ്രായേൽ ഒറ്റപ്പെടുകയാണ് പശ്ചിമേഷ്യയിൽ.